നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുട്ടൻ കോമഡിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഏതെങ്കിലും ടീം വേൾഡ് കപ്പിൽ നിന്ന് തോറ്റു പുറത്തായതിന് ആ ടീമിൻ്റെ ക്രിക്കറ്റ് ബോർഡ് സ്വന്തം ടീം അംഗങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുമോ? എന്നാൽ കേട്ടുകേൾവിയില്ലാത്ത അത്തരം ഒരു കാര്യം ഇതാ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ബോർഡ് എടുത്തിരിക്കുകയാണ്. അതായത് വേൾഡ് കപ്പിലെ മോശം പെർഫോമൻസിൻ്റെ പേരിൽ എല്ലാ പാകിസ്ഥാനി താരങ്ങൾക്കും അവർ ഫൈനിട്ടിരിക്കുന്നു. ചെറിയ തുകയല്ല, 5 മില്യൺ പാകിസ്ഥാൻ റുപ്പീസാണ് എന്ന് പറഞ്ഞാൽ $, അപ്രോക്സിമേറ്റ്ലി $18,000 എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ രൂപ പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 16,50,000 രൂപ വരും. 16,50,000 രൂപയോളം വരും ഈ ഒരു ഫൈൻ എന്ന് പറയുന്നത്. എന്തിന്? വേൾഡ് കപ്പിൽ മോശം പ്രകടനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ESPN ക്രിക്കിൻഫോ കൃത്യമായിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലവർ പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇതൊരു ഡിസിപ്ലിനറി റീസൺ കാരണം ചെയ്യുന്നതല്ല, ടീമിൽ ഡിസിപ്ലിനറി ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് സ്പെസിഫിക്കലി ഫോർ വാട്ട് ദി ബോർഡ് ഡീംസ് പുവർ പെർഫോമൻസ് അറ്റ് ദി ഇവൻറ്റ്, വേൾഡ് കപ്പിൽ മോശം പെർഫോമൻസ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫൈൻ ഇടുന്നത്. ഈ ഫൈൻ ശരിക്കും ഇമ്പോസ് ചെയ്തത് ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റപ്പോഴാണ്. പക്ഷേ അന്ന് താരങ്ങളോട് പറഞ്ഞിരുന്നു ടീം സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഫൈന് എടുത്ത് കളയുമെന്ന്. പക്ഷേ നമുക്കറിയാമല്ലോ, ടീം 2ാം റൗണ്ടിലേക്ക് കടന്നു, സൂപ്പർ 8ലേക്ക് കടന്നു. പക്ഷേ ആദ്യ കളി, ന്യൂസിലാൻഡിനെതിരെയുള്ള കളി മഴ പെയ്തു പോയതോടെ അവർ ആകെ ബുദ്ധിമുട്ടിലായി. ഇംഗ്ലണ്ടിനോട് തോൽക്കൂടി ചെയ്തപ്പോൾ ആകെ അവർ പെട്ടു. പിന്നെ അവർ പുറത്തായി. അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ ചെറിയ മാർജിൽ ജയിച്ചെങ്കിലും അത് മതിയാവുമായിരുന്നില്ല മുന്നോട്ട് പോകാൻ. അപ്പോൾ ആ ഫൈൻ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വലിയ തുക താരങ്ങൾ ഫൈനായിട്ട് ഒടുക്കണം. PCB ഇതിനു മുമ്പും മോശം പ്രകടനത്തിന് താരങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഫൈൻ ഇടുകയൊന്നും ആയിരുന്നില്ല. ഇപ്പം കഴിഞ്ഞ ടൂർണമെൻറ്റിന് ശേഷം അവർക്കെതിരെ, അതായത് ഏഷ്യ കപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം അവർക്കെതിരെ എടുത്തത് മറ്റ് T20 ലീഗുകളിൽ കളിക്കാനുള്ള NOC ക്യാൻസൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ BBLലേക്ക് ചില പ്രധാന താരങ്ങൾക്ക് അവസരം ലഭിച്ചപ്പോൾ ആ ഒരു ബാന് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ താരങ്ങളുടെ മേലും ഒരു വലിയ തുക ഫൈന് ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ രസകരമായ കാര്യം എന്താണെന്നറിയോ? ഇൻഡിവിജ്വലി നന്നായി പെർഫോം ചെയ്ത താരങ്ങളുണ്ട്. ഷൈബ്സാദ ഫർഹാൻ, അദ്ദേഹമാണ് ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് അടിച്ചയാൾ. അദ്ദേഹമാണ് ഈ T20 വേൾഡ് കപ്പിൽ 2 സെഞ്ചുറി അടിച്ച ഏകതാരം. അദ്ദേഹത്തിനും ഈ ഫൈന് ബാധകമാണ് എന്നുള്ളതാണ് വല്ലാത്തൊരു അവസ്ഥ തന്നെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.